തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. പക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഒരാളെ ആന തുമ്പിക്കൈകൊണ്ട് തൂക്കിയെറിഞ്ഞു. ഭയന്നോടിയ 10 പേർക്ക് പരിക്കേറ്റു. ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ സംഭവം, ഈ ആന ഇടഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയാണോ, എപ്പോഴാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം എന്താണ് ഇവർക്ക് പരിക്കുള്ളവരുടെയൊക്കെ നില എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? പ്രജൻ പുതിയങ്ങാടി തിരൂർ യാഹൂൽ തങ്ങൾ ആണ്ടു നേർച്ചയ്ക്കിടെ ഇന്ന് പുലർച്ചെയാണ് ഈ കൊണ്ടുവന്ന ആന ഇടഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി പുലർച്ചെ ഏതാണ്ട് 1 മണിയോട് കൂടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് അപ്രതീക്ഷിതമായി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുൻപിലുണ്ടായിരുന്ന ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി തൂക്കി എറിയുകയായിരുന്നു. ഇയാൾക്ക് ഗുരുതരമായ പരുക്കാണ് ഏറ്റിരിക്കുന്നത്. ഇയാളെ നിലവിൽ കോട്ടക്കലിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റു സാരമായി പരിക്കേറ്റ രാഹുൽ എന്നയാൾക്കാണ്. ഇയാളെ നിലവിൽ തിരൂരിലുള്ള ഇമ്പിച്ചിബാവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ 2 പേർക്കാണ് സാരമായ പരിക്കേറ്റിരിക്കുന്നത്. ബാക്കി 20-ലധികം ആളുകൾക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് നിസ്സാരമായ പരിക്കേറ്റാണ്. പലരും 27 ആളുകൾ ആശുപത്രിയിൽ നിന്നും നിലവിൽ ഡിസ്ചാർജായി മടങ്ങിയിരിക്കുകയാണ്. അതായത് രാത്രി 1 മണിയോട് കൂടെയാണ് ഈ ആന ഇടയുന്നത്. ഏതാണ്ട് 2 മണിയോട് കൂടെ മാത്രമാണ് ആനയെ തളക്കാനുമായത്. അതിനിടയിൽ ആന പരിഭ്രാന്തി പരത്തി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആന ആദ്യം ഒരാളെ ചുഴറ്റി എറിയുകയായിരുന്നു. മറ്റൊരാൾ ആ ആനക്ക് അരികിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അങ്ങനെ ഭയന്നോടിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റതായി നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഈ കളക്ടർ സംഭവ സ്ഥലത്തെത്തി ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിയെത്തിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തിരൂർ പുതിയങ്ങാടിയിലാണ് ഈ യാഹൂൽ തങ്ങൾ ആണ്ടു നേർച്ച നടക്കുന്നത്. അതിന്റെ സമാപന ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെയുള്ള ഇന്നാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ നേർച്ച സമാപിക്കുകയും ചെയ്യും. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ജില്ലാ കളക്ടർ ഇടപെട്ട് ആനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഈ ആനയെ തളച്ചുകൊണ്ട് ലോറിയിൽ കയറ്റി പിന്നീട് ഈ ഭാഗത്തു നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. ഈ നേർച്ചയുടെ ഭാഗമായി 8ഓളം ആനകളാണ് വിവിധ ഘട്ടങ്ങളിലായി അണിനിരുന്നത് എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ പോത്തന്നൂരിൽ നിന്നുള്ള ഈ വരവ് ഈ യാറത്തിനടുത്ത് എത്തിയ സമയത്താണ് ഈ ആന ഇത്തരത്തിൽ ഇടഞ്ഞത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ നേർച്ചയുടെ ഭാഗമായി എത്തിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ നേർച്ചയുടെ ഭാഗമായി എത്തിയിരുന്നു. എന്നാൽ ആന ഒരാളെ ചുഴറ്റിയെറിഞ്ഞതിനു ശേഷം പിന്നീട് കാര്യമായ പ്രകോപനം ഉണ്ടാകാത്തതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സും അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരും പോലീസും എല്ലാം ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 1 മണിക്കൂറിനകം തന്നെ ആനയെ തളക്കാനായി എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഏതായാലും നിലവിൽ പരിക്കേറ്റയാൾ കോട്ടക്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ആണ്ട് നേർച്ചയ്ക്കിടെയാണ് ആന ഇടഞ്ഞത്. എന്നാൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആനയെ തളക്കാൻ സാധിച്ചതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്നതാണ് സമീർ ബിൻ കരീം നൽകിയ അപ്ഡേറ്റ്.